2025 മോഹൻലാലിൻ്റെ വർഷമാണ്. നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വമ്പൻ ഹിറ്റുകൾ അദ്ദേഹത്തെ തേടിയെത്തിയ വർഷം. അദ്ദേഹത്തിൻ്റെ എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾ ഇൻഡസ്ട്രി ഹിറ്റുകളായി മാറിയ വർഷം. ഇപ്പോഴിതാ റിലീസ് ചെയ്യപ്പെട്ട ഛോട്ടാ മുംബൈയും ആഘോഷിക്കപ്പെടുന്നു. 18 വർഷം മുൻപുള്ള അതേ ആവേശം തന്നെയാണ് ഇന്നും കാണികളിൽ കണ്ടത്. പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ 4K ഡോൾബി അറ്റ്മോസിലാണ് ചിത്രത്തിൻ്റെ റിലീസ്. കേരളത്തിലുടനീളം മികച്ച ബുക്കിംഗ് ആണ് ഛോട്ടാ മുംബൈക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആഘോഷത്തോടെയാണ് തലയെയും കൂട്ടരെയും ആരാധകർ വരവേൽക്കുന്നത്. തിയേറ്ററിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ വീഡിയോ പലരും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രത്തിൻ്റെ പ്രദർശനം. എന്നിട്ടും ആദ്യ ദിനം തന്നെ 40 ലക്ഷം രൂപ കളക്ട് ചെയ്തു ഛോട്ടാ മുംബൈ. 2007 ബെന്നി പി നായരമ്പലത്തിൻ്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഛോട്ടാ മുംബൈ. നിർമ്മാണം മണിയൻ പിള്ള രാജു. തല എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന വാസ്കോ ഡ ഗാമ എന്ന കഥാപാത്രത്തെയാണ് ഛോട്ടാ മുംബൈയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛനായി സായി കുമാർ വേഷമിടുന്നു. കലാഭവൻ മണിയാണ് വില്ലൻ. ഭാവന, ജഗതി, രാജൻ പി ദേവ്, സിദ്ദിഖ്, ബിജുക്കുട്ടൻ, മണിക്കുട്ടൻ, വിനായകൻ, മണിയൻ പിള്ള രാജു, സുരാജ് വെഞ്ഞാറമൂട്, ഭീമൻ രഘു തുടങ്ങിയ വലിയൊരു താരനിര ചിത്രത്തിലുണ്ട്. ചിത്രത്തിലെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനും ആരാധകർ ഏറെയുണ്ട്. ഒരു കാലത്ത് യൂത്വത്തിൻ്റെ ആഘോഷമായിരുന്നു ഇത്. റിലീസിലും ട്രെൻഡിംഗായി തുടരുകയാണ് ഗാനം. തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിച്ചാണ് പ്രേക്ഷകർ ചെട്ടിക്കുളങ്ങരയെ സ്വീകരിച്ചത്.